അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ പാലക്കാട് ലുലു മാളിൽ പോയതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ വെക്കേഷനായിട്ട് പുറത്തൊന്നും പോയിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മാള് ജനിച്ചിട്ട് 2 മാസമൊക്കെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് പ്രസവം കഴിഞ്ഞിട്ട് ഇരിക്കുകയായതുകൊണ്ട് നമ്മൾ പുറത്തേക്കേ പോക്കില്ല. ആകെ പോണത് മാളിൽ എന്തെങ്കിലും വാക്സിൻ എടുക്കാനുണ്ടെങ്കിൽ മാത്രമാണ് പോകാറുള്ളത്. അപ്പോൾ അവരുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകാനായിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ്. മാള് നല്ല ഉറക്കമാണ്. വണ്ടി കയറിയതും പാലൊക്കെ കുടിച്ചിട്ട് നല്ല ഉറക്കമാണ്. മാളിൻ്റെ ഉള്ളിൽ കയറിയിട്ടും നല്ല ഉറക്കം തന്നെയായിരുന്നു. മാള് നല്ല ഉറക്കം തന്നെയായിരുന്നു. അവിടെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ പോയത് ഗെയിമിംഗ് സെൻറ്റർ ഫണ്ടൂറയിലേക്കാണ് നമ്മൾ നേരെ പോയത്. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഗെയിമും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. എറണാകുളത്തുള്ള ലുലു മാൾ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. എന്നാലും നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലം തന്നെയാണ്. അപ്പോൾ കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡിൻ്റെ അവിടെ കുറച്ച് കാര്യങ്ങൾ പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. എണ്ണമാറെന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഫുഡ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മാളിന് 2 മാസമായിട്ടുള്ളൂ. മാൾ ഉറക്കം തന്നെയായിരുന്നു. ഉള്ളിൽ കയറിയിട്ടും മാളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ പോയതും ഞങ്ങൾ ഫുഡ് വെച്ചതും ഒന്നും മാൾ അറിഞ്ഞിട്ടില്ല. മാൾ ഉറക്കം തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിച്ചത്. പാറും കുട്ടും നൂഡിൽസ് കഴിച്ചു. അപ്പോൾ പാറിന് വിശക്കുണ്ടായിരുന്നു. എല്ലാവർക്കും വിശക്കുണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. വീട്ടിൽ നിന്നൊരു 1.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് പാലക്കാട് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഭയങ്കര ചൂടുമല്ല പുറത്ത്. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല ആശ്വാസമുണ്ട്. AC തണുപ്പൊക്കെ ആയതുകൊണ്ട് നല്ല ആശ്വാസം ഉണ്ടായത്. ഉള്ളിൽ കുറച്ച് നേരം റിലാക്സ് ആയിട്ട് ഇരിക്കാൻ തോന്നി. പുറത്ത് അത്രയും ചൂടല്ലേ. പിന്നെ നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലാണ് പോയത്. ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ പാറുവിൻ്റെ കയ്യിലാണ് എല്ലാം. അവളാണ് എല്ലാ കാര്യങ്ങളും എടുക്കുന്നതും എല്ലാം നോക്കുന്ന അവളുടെ ഇതിലാണ് എല്ലാം പോണത്. പിന്നെ അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ പിന്നെ കാണാൻ. ടാറ്റാ.